ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. ഞാൻ നാട്ടിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ വൈകിട്ട് ജിത്തും കട്ടയും കൂടെ എന്നെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് നേരെ പോയത് വരോട് അമ്മായിയുടെ വീട്ടിലാണ്. അവിടുത്തെ വിശേഷം പറച്ചിലുകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യത്തെയും വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് വലിയൊരു ലിസ്റ്റും ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ പലരും നാട്ടിലേക്ക് വരിക. പക്ഷെ വന്നു കഴിയുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും അല്ലേ. പക്ഷെ ഈ പ്രാവശ്യത്തെ എൻ്റെ വെക്കേഷനിൽ എൻ്റെ ഐറ്റിനറി അനുസരിച്ചുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തിട്ടാണ് കേട്ടോ ഫ്ലൈറ്റ് പിടിച്ചത്. എത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർത്താലും ഇതിൻ്റെ ഇടയിൽ മിസ്സായി പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. ഇപ്രാവശ്യം മിക്കവാറും എൻ്റെ കസിൻസിനെയും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന മിക്കവാറും എല്ലാ അമ്പലങ്ങളിൽ പോകാനും ചെയ്തു തീർക്കാനുണ്ടായിരുന്ന കുറച്ചധികം കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ തിരിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു വെക്കേഷൻ്റെ ഇടയിൽ എനിക്കുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ഒരുപാട് ആളുകളെ ഞാൻ മിസ്സാക്കിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റാതെയും വിളിക്കാൻ പറ്റാതെയും ഒക്കെയുള്ള ആൾക്കാർ. 25 ദിവസത്തെ ലീവിനാണ് പോണേച്ചാലും 25,000 കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്തു തീർക്കാനുണ്ടാവുക. അതിൻ്റെ ഇടയിൽ മിസ്സായി പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പ്രവാസിക്ക് പുതുമയൊന്നുമല്ലല്ലോ അല്ലേ. എന്തായാലും ഈ വർഷത്തെ വെക്കേഷൻ ശരിക്കും ഒരുപാട് സന്തോഷം തന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മുക്കുട്ടിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര വിഷമമാണ്. എന്തായാലും ഒരു വെൽ സ്പെൻഡ് ഈവനിങ് ആയിരുന്നു. അപ്പം ശരി, പിന്നെ കാണാം കേട്ടോ.